ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡാകും. ഓക്കെ, നമുക്കിന്ന് പിന്നെ ചാനലിൻ്റെ കാര്യം അറിയാമല്ലോ. നമ്മളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ കാണണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. 5 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു ഫൈറ്റ് ചെയ്തിട്ട് വിജയിച്ച് നിൽക്കുന്നു എന്ന് പറയാം. വിജയിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്തു, അവരെയൊക്കെ ഓടിച്ചു, നിലം പരിശാക്കി എന്നാണ്. അപ്പോൾ ശത്രുക്കൾ ഉണ്ട്. ആ ശത്രുക്കൾ ഒരു യുദ്ധസന്നാഹം പോലെ വന്നപ്പോൾ, അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ വളരെയധികം ഉണ്ടായപ്പോൾ അവരെ വെല്ലുന്ന രീതിയിൽ തന്നെ ജയിച്ചും എന്നാൽ പ്രതിരോധിച്ചും നിൽക്കുന്നു എന്ന അവസ്ഥ ഉണ്ട്. ഓക്കെ, ഒരു സാമ്പത്തിക വിഷയങ്ങളിലാണ് എന്ന് ഉള്ളത് നമുക്കത് പറയാം. കാരണം സാമ്പത്തിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ കാലം ബാലൻസ് ചെയ്ത് നിന്നു, എന്നിട്ടും ചോദിച്ചിട്ടൊന്നും ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലർ കൊടുക്കില്ല. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല, പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കുന്ന ജോലിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ, അപ്പോൾ ആ പൈസ വെച്ചിട്ടിങ്ങനെ ജക്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ കുറേ കാലം ഒക്കെ സഹിച്ചു നിന്നു, ക്ഷമിച്ചു നിന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗ്രീഡിയായ ഒരു വ്യക്തി ആണ് അത് എല്ലാം അടക്കി കൈപ്പിടിച്ചിൽ വെച്ചിരിക്കുന്നത് എന്ന് കാണാം. അതായത് സാമ്പത്തികം കയ്യിൽ വെച്ചിരിക്കുന്നത്, എത്ര കിട്ടിയാലും തികയാത്ത ഏതോ ഒരു വ്യക്തിയാണ്. ഒക്കെ പോകെ കാരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം. വളരെ അധ്വാനിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് കാണിക്കുന്നു. 8 ഓഫ് പെൻറ്റക്കിൾസ്, നന്നായിട്ട് അധ്വാനിക്കുന്ന കഠിനാധ്വാനിയായ ഒരു വ്യക്തി ആണ് എന്ന് കാണിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, ഗ്രോത്ത്, ന്യൂ ബിഗിനിങ് കാര്യങ്ങളിലൊക്കെ, അതല്ലെങ്കിൽ ഉയർച്ചകളിലേക്ക് മാത്രം കണ്ണുന്നിട്ട് അതിൽ അങ്ങനെ അധ്വാനിച്ച് ഒരുപാട് ശ്രമഫലമായിട്ടാണ് പിന്നെ വിജയിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ പുരോഗമിച്ച് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും പിന്നെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു കുറച്ച് കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു എനർജിയാണ്. ഉറക്കം വളരെ ബുദ്ധിമുട്ടിലാണ്, അതായത് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ വളരെ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തി, വളരെയധികം സെൽഫ് ലവ് ചെയ്യുകയും ഇൻട്രോസ്പെക്ഷനിലൊക്കെ വന്ന് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഉറക്കം വരാത്തതിന് കാരണം ഇവിടെ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ വന്നു. അതിനകത്ത് ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ ഈ സ്റ്റണ്ട് അടി വന്നത്. ഓക്കെ, അവിടെ ഒരു ബ്ലോക്ക്ഡ് ആയിട്ട് നിർത്തണ്ട, അല്ലെങ്കിൽ നിൽക്കണ്ട ഒരു ആവശ്യം, ഒരു വിക്ടിമൈസ്ഡ് ലവ് വന്നിരിക്കുന്നു എന്നാണ്. വിക്ടിമൈസ്ഡ് ലവ് എന്ന് പറയുമ്പോഴത്തേന് രക്തസാക്ഷിയാണ്. സ്നേഹത്തിൽ പൈസയൊക്കെ കൊടുത്ത് തെല്ലം തട്ടിക്കൊണ്ട് പോയ ഒരു വ്യക്തിയുടെ ഗ്രീഡി ഒരു കാർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? ഗ്രീഡിയുടെ ഒരു കാർഡ് കണ്ടു. വെച്ചാൽ അങ്ങനെയുള്ള ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വഴിവിട്ട ബന്ധം, അത് അവർ ബ്ലോക്ക് ചെയ്ത്, വിക്ടിമൈസ്ഡ് ലവ്, പൈസയും നഷ്ടപ്പെട്ടു, പിന്നെ ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം വാങ്ങി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അവനവൻ്റെ കാര്യം നോക്കിപ്പോയ ഒരു വ്യക്തിയുണ്ട് ഇവിടെ. ഇതിനിടയിൽ അങ്ങനെ ഒരാൾ വന്നിരുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ,
അപ്പം നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഇവിടെ കുറച്ച് പിന്നെ നഷ്ടപ്പെട്ടു പോയതിൽ വളരെ വിഷമമുണ്ട്. ഇമോഷണൽ നീഡ്സ്, ലവ് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ ഒരു വേദന നിർഭരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ട് ഉള്ള ബന്ധത്തിൽ അവിടെ കുറച്ച് വീഴ്ചകൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇമോഷണൽ നീഡ്സ് കാര്യങ്ങൾ നിങ്ങളും ഇപ്പോൾ കാര്യമായി ഗവനിക്കുന്നില്ല എന്നുള്ളിടത്തേക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം സാമ്പത്തികമൊക്കെ പോയി നിങ്ങൾക്കറിയാം, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്നാണ്. അതായത് സാമ്പത്തികം കാര്യങ്ങളെല്ലാം കുറച്ച് നഷ്ടപ്പെട്ടു പോവുകയും അതേപോലെ മറ്റൊരു വ്യക്തിയുമായിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത വിവരം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അത് കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് കാണിക്കുന്നു. സോ അത് ഒരു വലിയ ഇമോഷണൽ പ്രോബ്ലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നി ഇരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എനിക്ക് പല അവസരങ്ങളും എൻ്റെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചില സമയങ്ങളിൽ എനിക്ക് നല്ല നല്ല അവസരങ്ങളല്ലേ, നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതുപോലെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പിന്നെ നേരത്തെ ഒരു സമയത്തെ അഭിനിവേശമാകാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചിന്തയില്ലാത്ത പ്രവർത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിപ്പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് രണ്ടാമതൊരു വീണ്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. വീണ്ടും ഞാൻ ഇത് ആഗ്രഹിക്കുന്നു, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ ഗിൽറ്റിയായി നിൽക്കുകയാണ് ഇപ്പോൾ. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. എൻ്റേതായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചു പോയതെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കണ്ടിട്ട് എന്നിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അത് എന്നെനിക്ക് അന്ന് മനസ്സിലായില്ല. അതിൻ്റെ പരിണാമം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പരിണിത ഫലം എന്ന നിലയിൽ എൻ്റെ സാമ്പത്തികം കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഈ ബന്ധവും ഉപേക്ഷിച്ച് അവർ പോയി എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഗിൽറ്റി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. എനിക്കൊരു സംശയമുണ്ട്, ടൈം പറയുന്നുണ്ട്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഞാൻ ആക്ഷൻ എടുക്കുവാൻ വളരെ വൈകിപ്പോയോ നമ്മുടെ കാര്യത്തിൽ എന്നുള്ള ഒരു വെപ്രാളം ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വേദനയുണ്ട് നല്ല രീതിയിൽ തന്നെ. ദ ലവർ വന്നിട്ടുണ്ട്. വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ. നിങ്ങൾ ഫാമിലി ആകാം കേട്ടോ. ഫാമിലി മിക്കവാറും ഫാമിലി ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിംഗിൾസ് ഉണ്ട്. മറ്റേ എക്സ്ട്രാ മാരിറ്റൽ നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ലൈഫും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്നതെന്ന് പറയുന്നില്ല ഞാൻ. ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു ലവ് കാർഡ് വന്നിട്ടുണ്ട്. ലവ് കാർഡ് എന്ന് പറയുമ്പോൾ അത്രയും സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ. കാരണം നിങ്ങളുടെ ജീവിതമെന്ന് പറഞ്ഞാൽ അസൂയ ഉണ്ടാക്കുന്നതായിരുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് അസൂയ ഉണ്ടാക്കുന്നതായിരുന്നു. കാരണം നിങ്ങൾ ഈ സോൾമേറ്റ് അല്ലെങ്കിൽ ടെൻ ഫ്ലെയിം പോലുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു ബന്ധം ആണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ബന്ധം, അതായത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ഇത് മറികടന്ന് എനിക്ക് അത് അപ്പുറത്തേക്ക് ഞാൻ പോയത് കൊണ്ട് ഇവിടെ സെപ്പറേഷൻ്റെ ആ ഒരു വക്കിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എന്ന് കാണിക്കുന്നു. ആ സെപ്പറേഷനിലാണ് ഇപ്പോൾ ആൾ വളരെ ഗിൽറ്റി ആയിട്ടും എനിക്ക് പിന്നെ സമയം അതിക്രമിച്ചു പോയോ, ആക്ഷൻ എടുക്കുവാൻ ഞാൻ വൈകിപ്പോയോ എന്ന് ഒക്കെ തോന്നുന്നത്. കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് എനിക്ക് നിന്നെ മതി, എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്, അതൊക്കെ മനസ്സിലാക്കി എനിക്ക് മാപ്പ് തരണം എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ പിന്നെ ശരിക്കും എഫർട്ട്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ്, അത്രയും സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്ന് കാണിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ഒരു സ്നേഹമാണ്. ദ ലവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു. അത്രയും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുമായിരുന്നു. അപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ വ്യക്തമായി അറിയാവുന്ന ആരോ
ചതിക്കുകയാണ് ചെയ്തത് എന്നിവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഇതുവരെ എടുത്ത ഒരു റീഡിങ്ങിനേക്കാൾ കുറച്ചും കൂടെ ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്. നമ്മളൊരു കാർഡും കൂടെ എടുത്തു. ദ സൺ ആണ് വന്നിരിക്കുന്നത്. ലോങ് ടൈം ആൻഡ് ഹാർമണിയസ് ലവ് ആയിട്ടുള്ള ആ ഒരു ബന്ധം, നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകാൻ അതിയായി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്നാണ്. ആ സൂര്യൻ എന്ന് പറയുമ്പോൾ ഇയാൾ നിങ്ങളെ ആ രീതിയിൽ കൊണ്ടുപോകും എന്നാണ്. അതായത് അബണ്ടൻസ്, പ്രോസ്പെരിറ്റി, ഫാമിലി ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ്. അപ്പോൾ നിങ്ങളിവിടെ കുറച്ച് കാലം കണ്ണുനീരൊക്കെ ഇരുന്ന് കാണുമല്ല, ഇരിക്കുമല്ലോ, ഉറപ്പല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ആൾക്കറിയാം. ഇങ്ങനെ സെപ്പറേഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു പിന്നെ ഇനിയൊരു മുൻപോട്ട് ഒരു ലൈഫ് കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിക്കും എന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മളിവിടെ സമാപിക്കുന്നത്. നമ്മളേതായാലും ഈ റീഡിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.